ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്നൊരു ലീഗൽ മാക്സിം പഠിക്കാം. റെസ് ഇറ്റ്സ് എ ലോക്കിറ്റർ എന്ന് പറയുന്ന മാക്സിമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിൻ്റെ മീനിങ് ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, മാക്സിംസ് എല്ലാം ലാറ്റിൻ ടേമിലാണ് ഉള്ളത്. ഇതെല്ലാം ഒരു ലീഗൽ പ്രോവേർബാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന റെസ് ഇറ്റ്സ് എ ലോക്കിറ്റർ എന്ന് പറയുന്ന ഈ മാക്സിം കൂടുതലായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് പേഴ്സണൽ ഇഞ്ചുറി കേസസിലാണ്. അപ്പോൾ പേഴ്സണൽ ഇഞ്ചുറി കേസസ് ആണെങ്കിൽ നമുക്കറിയാം, പ്ലെയിൻറ്റിഫിന് പ്രൂവ് ചെയ്യണം ഡിഫൻഡൻറ്റ് ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ടായിരുന്നു, അത് ഡിഫൻഡൻറ്റ് അത് എടുത്തില്ല, അതിന് ബ്രീച്ച് കാണിച്ചു, അതുകൊണ്ട് പ്ലെയിൻറ്റിഫിനൊരു ഇഞ്ചുറി സഫർ ചെയ്തു. ഇങ്ങനത്തെ കാര്യങ്ങൾ പ്ലെയിൻറ്റിഫിന് പ്രൂവ് ചെയ്യണം. പക്ഷേ ഇവിടെ റെസ് ഇറ്റ്സ് എ ലോക്കിറ്റർ എന്നുള്ളൊരു മാക്സിമിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, ആ സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിൽ ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായിരുന്നു എന്ന് സാഹചര്യം തന്നെ അതിൻ്റെ കാര്യം, ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്, അതിൻ്റെ കാര്യം വിളിച്ചു പറയുവാണെങ്കിൽ അവിടെ പ്ലെയിൻറ്റിഫിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലെയിൻറ്റിഫിന് അവിടെ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ വേണ്ടിയിരുന്നു, രണ്ടുപേരുടെ ഭാഗത്തു നിന്നൊരു കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും പ്ലെയിൻറ്റിഫിന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ അവിടെ റെസ് ഇറ്റ്സ് എ ലോക്കിറ്റർ, ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്, ദാറ്റ് ദിസ് ആൻഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ ദ ഡിഫൻഡൻറ്റ് ഹാഡ് ബ്രീച്ച്ഡ് ഹിസ് ഡ്യൂട്ടി ഓഫ് കെയർ എന്ന് ആ സാഹചര്യം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മാക്സിം. ഇപ്പോൾ ഈയിടെയായിട്ട് സംഭവിച്ചൊരു കാര്യം പറയാം. ഒരു വ്യക്തി, എനിക്കറിയാവുന്നതാണ്, അദ്ദേഹം ബൈക്കിൽ പോകുമായിരുന്നു. അപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ പലപ്പോഴും ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി വളയ്ക്കുന്നൊരിത് കണ്ടുവരുന്നുണ്ട്. ഇത് പലയിടത്തും പല തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്കും പേഴ്സണലായിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ ഒരു അപകടം സംഭവിച്ചതാണ്. ഇതിൽ ഈ ബൈക്കുകാരന് വളരെയധികം പരിക്കേൽക്കുകയും ഫ്രാക്ചറൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തു. ഇതിൽ നെഗ്ലിജൻസ് ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇടാതെ പുറകിൽ നിന്ന് വരുന്ന വണ്ടി നോക്കാതെ തിരിച്ചപ്പോഴാണ് ബൈക്കിനെ ഇടിച്ചത്. അപ്പോൾ ബൈക്ക് യാത്രക്കാരൻ എന്താ ചിന്തിക്കുക? മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി അത് മുമ്പിലൂടെ തന്നെ പോകും. തിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻഡിക്കേറ്റർ ഇടും. ഇൻഡിക്കേറ്റർ ഇട്ട് സ്ലോ ഡൗൺ ചെയ്ത് പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കുമല്ലോ ഒരു ടേൺ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ആ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫൻഡൻറ്റ് ചെയ്യുമെന്ന് ഈ ബൈക്കുകാരൻ അല്ലെങ്കിൽ ആ പ്ലെയിൻറ്റിഫ് ചിന്തിക്കും. പക്ഷേ ആ ഡ്യൂട്ടി ഓഫ് കെയർ എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഓട്ടോ തിരിക്കുകയും ബൈക്കുകാരനെ ഇടിക്കുകയും ബൈക്കുകാരന് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ റെസ് ഇറ്റ്സ് ദ ലോക്കിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ദ തിങ്, ആ സിറ്റുവേഷൻ, ഇത് ഓട്ടോറിക്ഷക്കാരന് അവോയ്ഡ് ചെയ്യാമായിരുന്നു, പക്ഷേ അവോയ്ഡ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ബൈക്കുകാരന് ആ ഒരു ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ മാക്സിം യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ 1863 ബയൺ വേഴ്സസ് ബോഡിൽ എന്ന് പറയുന്ന ഒരു കേസ്, ഇംഗ്ലീഷ് കേസിലാണ് ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തതായിട്ട് കാണുന്നത്. ഇതിലെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലെയിൻറ്റിഫ് ഡിഫൻഡൻ്റ് ഒരു ഫ്ലോർ മില്ല് നടത്തുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻറ്റിഫ് അതിൻ്റെ താഴെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും നടന്നു പോകുമ്പോൾ പ്ലെയിൻറ്റിഫിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ വിൻഡോയിൽ നിന്ന് കുറേ ഫ്ലോറ് ഉള്ള ഒരു ബാരൽ പ്ലെയിൻറ്റിഫിൻ്റെ തലയിലോട്ട് വീഴുകയും പ്ലെയിൻറ്റിഫിന് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ആ കേസിൽ കോടതി ഈ മാക്സിം അപ്ലൈ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഡിഫൻഡൻറ്റ് കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞു. നമ്മുടെ അവിടെയും അല്ലാതെ നമുക്ക് പറയാവുന്ന കേസസ്, ചില മെഡിക്കൽ നെഗ്ലിജൻറ്റ് കേസസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഈയിടെ നമ്മൾ കേട്ടായിരുന്നു, ഇതുപോലെ ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീക്ക് അവരുടെ ബോഡിയിൽ ത്രെഡ്
ഇപ്പോഴും ഇരിക്കുന്നു, അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ് സർജറിക്ക് ശേഷം നമ്മുടെ നാട്ടിൽ, അതായത് ഒരു സുലഭമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, നമ്മുടെ ബോഡിയിലേക്ക് വല്ലതും ഇരിക്കുവാണെങ്കിൽ അതും ഈ ഒരു കാര്യത്തിൽ അത് ഓർഡിനറി കോഴ്സിൽ ആ ഒരു സാധനം അവിടെ വരില്ല. അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കേസസിലെല്ലാം ഈ ഒരു മാക്സിമിൻ്റെ യൂസ് നമുക്കറിയാം. പിന്നെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടല്ലോ, MC മെഹ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസ്. അങ്ങനെയൊക്കെയുള്ള ഇങ്ങനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെയൊക്കെ, അതായത് ഒരു ഡ്യൂട്ടി ഓഫ് കെയർ പ്ലെയിൻറ്റിഫിന് ഉണ്ടായിരുന്നു, പക്ഷേ അവരത് ചെയ്തില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കേസസിലും നമുക്ക് ഈ റെസ് ഇപ്സ ലോക്വിറ്റ എന്നുള്ള മാക്സിം യൂസ് ചെയ്യാവുന്നതാണ്. ഈ മാക്സിമിൻ്റെ യൂസ് കൊണ്ട് തന്നെ നമുക്ക് അറിയാം ഓണസ് ഓഫ് പ്രൂഫ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്ലെയിൻറ്റിഫാണ് അവരുടെ ബർഡൻ ഓഫ് പ്രൂഫ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെങ്കിൽ ഈ മാക്സിം വരുന്നതോടുകൂടി ആ ഓണസ് ഷിഫ്റ്റ് ചെയ്ത് ഡിഫൻഡൻറ്റിനോട്ട് പോകും. നമ്മുടെ നാട്ടിൽ ഒരു ഫേമസ് കേസുണ്ട്, സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് മോഡേൺ കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്ന കേസ്. അതിലും ഈ മാക്സിം അപെക്സ് കോർട്ട് അപ്ലൈ ചെയ്തു. അതിലെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ നിന്ന് ഒഴുകുന്ന ഒരു കനാൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ആ കനാലിൽ സംഭവിച്ച ചില ആക്ടിവിറ്റീസ്, ഗവൺമെൻറ്റിൻ്റേതായ ഒരു ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ പ്ലെയിൻറ്റിഫായിരുന്ന മോഡേൺ കൾട്ടിവേറ്റേഴ്സിൻ്റെ ഫാമിലേക്ക്, അവരുടെ കൾട്ടിവേറ്റിംഗ് ഫാമിലേക്ക് ഫ്ലഡിങ് സംഭവിക്കുകയും അവർക്ക് ഭീമമായ നഷ്ടമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവർ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിനെതിരായിട്ട് സ്യൂ ചെയ്തു. അപ്പോൾ അവിടുത്തെ ഡിസ്ട്രിക്ട് കോർട്ടും പിന്നെ ഹൈക്കോർട്ടും ഒക്കെ ഡാമേജസ് കോമ്പൻസേഷനായിട്ട് പ്ലെയിൻറ്റിഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽഡ് ചെയ്തു. അപ്പം ഹൈക്കോടതി ഡാമേജസ് കൊടുത്തപ്പോൾ, കോമ്പൻസേഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഹൈക്കോടതി ഡാമേജസ് കുറച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും അപെക്സ് കോർട്ടായ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു, ഈ ആപ്ലിക്കേഷൻ, അതായത് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിനൊരു ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ടായിരുന്നു. ഈ കനാൽ ഒഴുകുന്നിടത്ത് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ അതിൻ്റെ കനാലിൻ്റെ സൈഡിലുള്ള ഇൻഡസ്ട്രീസിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതവർ നോക്കിയില്ല. അപ്പം ഈ കനാലിൻ്റെ പണി കാരണമാണ് ഇവർക്ക് ഈ ഡാമേജ് സംഭവിച്ചതെന്ന് റെസ് ഇപ്സ ലോക്വിറ്റ ആ ഒരു തിങ് തന്നെ സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ്. സോ അവിടെ ഡിഫൻഡൻറ്റ് ഈസ് ഹെൽഡ് ലയബിൾ. അതുപോലെ തന്നെ വേറൊരു ഫേമസ് കേസ് ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി വേഴ്സസ് സുബ്ലിയ ഗോവാന്തി എന്ന് പറയുന്ന കേസ്. അതിൽ വളരെ ട്രാജിക്കായിട്ടുള്ള ഒരു ഇവൻ്റാണ് സംഭവിച്ചത്. ചാന്ദിനി ചൗക്ക് ഉണ്ടല്ലോ ഡൽഹിയിൽ, ആ ചാന്ദിനി ചൗക്കിന് സമീപമുണ്ടായിരുന്ന ക്ലോക്ക് ടവർ കൊളാപ്സ് ചെയ്ത് കുറേ മനുഷ്യർ മരിച്ചു. അപ്പോൾ ആ ഒരു കേസിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ലയബിൾ ആണെന്ന് അപെക്സ് കോർട്ട് വിധിച്ചു. അപ്പോൾ ഇതാണ് റെസ് ഇപ്സ ലോക്വിറ്റൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ നാട്ടിലുള്ളത്. ഇത് കൂടുതലും പേഴ്സണൽ, അതായത് ഡയറക്റ്റ് ഒരു എവിഡൻസ് ഇല്ലാത്ത സമയത്താണ് കോടതി ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രിൻസിപ്പിളും അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.